എവരിബഡി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്മാഷ് പൊട്ടറ്റോ ഫ്രൈ ആണ്. എൻ്റെ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഗൈസ്. ഇന്ന് തന്നെ ഉരുളക്കിഴങ്ങ് എടുക്കുക, ഇതുപോലെ നീളത്തിലൊന്ന് അരിയുക. അതിനുശേഷം സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു മസാല കിട്ടുന്ന നന്നായിട്ടൊന്ന് പെരട്ടി ഒരു 15 മിനിറ്റെങ്കിലും വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഗ്യാസ് ഓണാക്കുക, പാൻ എടുക്കുക, ചൂടാക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ മസാല തേച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് തട്ടി കൊടുക്കാം. സ്പൂണോ ചട്ടകോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാണ്ട് തന്നെ നോക്കണം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇളക്കി തന്നെ കൊടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് എൻ്റെ ഓൺ റെസിപ്പിയാണ്. ഒരു 10-20 വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കിയ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഗൈസ്. ഇത് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഞാൻ ഇവിടെ ഒരു പൊട്ടറ്റോ ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എത്ര പൊട്ടറ്റോ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഗൈസ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് വറ്റി വരുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വീണ്ടും ആ വെള്ളം വറ്റുമ്പോൾ കുറച്ചായിട്ട് ആഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്താലാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് വരുള്ളൂ കേട്ടോ ഗൈസ്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ഇനിയും കുറച്ചായിട്ട് ഒഴിച്ചെടുക്കണം. അതിനുശേഷം നല്ല രീതിക്ക് പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ആയി നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡംബരത്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നമ്മുടെ ഉണക്കമുളക് ഇടിച്ചത് അത്രേ ഉള്ളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് പൊട്ടറ്റൊക്കെ ഒന്ന് വെന്ത് വരും. ഇതുപോലെ തവിയോ ചട്ടകോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. നല്ല രീതിക്ക് പൊടി പോലെ സ്മാഷ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കടിക്കാൻ കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ ഗീസ്. നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ പൊട്ടറ്റോ സ്മാഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.